TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജിയിലെ അനിമൽ കിങ്ഡം എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ധാരാളം അനിമൽസിനെ കാണാൻ സാധിക്കും. When we look around, we will observe millions of different species of animals. ധാരാളം millions of different species of animalsനെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. എന്തെല്ലാം ജൈവ വൈവിധ്യമാണ് നമുക്ക് ചുറ്റിലുമുള്ളതെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തെല്ലാം ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ഉള്ള അനിമൽസ്, ഡിഫറൻറ്റ് ഫോംസിലുള്ള അനിമൽസ്. ഇത് നമ്മുടെ റിച്ച് ബയോഡൈവേഴ്സിറ്റിയെ സൂചിപ്പിക്കുകയാണ്. ഈ അനിമൽസിനെയൊക്കെ നമുക്ക് ചുറ്റിലുമുള്ളപ്പോൾ ഇവയൊക്കെ എങ്ങനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഏത് രീതിയിലാണ് നമുക്ക് ഈ അനിമൽസിനെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് മാറ്റാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിവിങ് വേൾഡ് എന്ന അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ രീതിയിൽ അനിമൽസിനെ അതിൻ്റെ സിമിലാരിറ്റീസ് അനുസരിച്ചും ഡിഫറൻസസ് അനുസരിച്ചും ഡിഫറൻറ്റ് ടാക്സോണമിക് കാറ്റഗറീസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സ്പീഷീസുകൾ ചേർത്തിട്ട് ജീനസ് ആക്കുന്നു. സിമിലർ ജീനസിനെ ചേർത്തിട്ട് ഫാമിലി, സിമിലർ ഫാമിലി ചേരുമ്പോൾ ഓർഡർ, സിമിലർ ഓർഡേഴ്സ് ചേരുമ്പോൾ ക്ലാസ്, സിമിലർ ക്ലാസ് ചേരുമ്പോൾ ഫൈലം, സിമിലർ ഫൈലംസ് ചേരുമ്പോൾ ദ എൻറ്റയർ അനിമൽ കിങ്ഡം. ഇപ്പോൾ ഈ ടാക്സോണമിക്കൽ കാറ്റഗറീസിൽ താഴെ നിന്നും മേളിലേക്ക് പോകുന്തോറും സിമിലാരിറ്റി അനുസരിച്ച് നമ്മളതിനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കിങ്ഡത്തിൽ നിന്നും ഫൈലം, ക്ലാസ്, ഓർഡർ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വ്യത്യാസങ്ങളാണ്. ഒരു അനിമൽ കിങ്ഡത്തിൽ ഡിഫറൻസസ് കാണിക്കുന്ന അനിമൽസിനെ ഡിഫറൻറ്റ് ഫൈലത്തിലേക്ക് മാറ്റുന്നു. ഡിഫറൻസസ് കാണിക്കുന്ന ഫൈലത്തിൽ വരുന്ന അനിമൽസിനെ ഡിഫറൻറ്റ് ക്ലാസസ്. ഇപ്പോൾ ക്ലാസസിൽ തന്നെ ഡിഫറൻസസ് കാണിക്കുന്നതിനെ ഓർഡേഴ്സിൽ പ്ലേസ് ചെയ്യുന്നു. ഓർഡേഴ്സിൽ ഡിഫറൻസസ് കാണിക്കുന്നതിന് ഫാമിലിയിൽ പ്ലേസ് ചെയ്യുന്നു. ഫാമിലിയിൽ ഡിഫറൻസ് ഉള്ളത് ജീനസ്. ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ജീനസിനെ സ്പീഷീസിലേക്ക് മാറ്റുന്നു. അങ്ങനെ സിമിലാരിറ്റിയും ഡിഫറൻസസും അനുസരിച്ച് നമുക്ക് അനിമൽസിനെ ഡിഫറൻറ്റ് ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. പുതുതായിട്ടൊരു സ്പീഷീസിനെ കണ്ടെത്തി. ആ കണ്ടെത്തിയ സ്പീഷീസിനെ നമ്മൾ ഏത് ജീനസിൽ ഉൾപ്പെടുത്തും, ഏത് ഫാമിലിയിൽ ഉൾപ്പെടുത്തും, ഏത് ഓർഡറിൽ ഉൾപ്പെടുത്തും? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസസ്. In spite of differences in structure and form of different animals, there are fundamental features common to various individuals. അനിമൽസ് തങ്ങളുടെ സ്ട്രക്ചറിലും ഫോമിലും ഒക്കെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിലും അവ തങ്ങളിൽ കുറേ കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ടാകും. കുറേ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സിൽ സിമിലാരിറ്റി ഉണ്ടാകും. ദീസ് ഫീച്ചേഴ്സ് ആർ യൂസ്ഡ് ആസ് ദ ബേസിസ് ഓഫ് അനിമൽ ക്ലാസിഫിക്കേഷൻ. ആ ഫീച്ചേഴ്സാണ് അനിമൽസ് ക്ലാസിഫിക്കേഷൻസിലെ ബേസിസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു അനിമലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ ഏത് ഗ്രൂപ്പിൽ അസൈൻ ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് കുറേ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. എന്തൊക്കെ ബേസിസ് അനുസരിച്ചാണ് അനിമൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ്, patterns of digestive system. Third, patterns of circulatory system. Fourth one, symmetry. Fifth one,
diploblastic and triploblastic organization. 6th one, coelom. 7th one, segmentation. 8th one, notochord. ഇപ്പോൾ ഈ ഒരു 8 ബേസിസ് ആണ് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷന് അടിസ്ഥാനമാക്കുന്നത്. പേരുകൾ ഒന്നുകൂടെ പറയാം. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, പാറ്റേൺസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, സിമട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ, സീലോം, സെഗ്മെന്റേഷൻ ആൻഡ് നോട്ടോകോഡ്. ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഏതൊക്കെ ലെവലിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഏതൊക്കെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനാണ് ഓരോ അനിമൽസും എക്സിബിറ്റ് ചെയ്യുന്നത് എന്നത് ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷൻസിൻ്റെയും പ്രത്യേകത നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, cellular level of organization. In this level of organization, the cells are arranged as loose cell aggregates. Example, sponges. അതായത് സ്പോഞ്ചസ് വിഭാഗത്തിൽ വരുന്ന അനിമൽസ്. അതായത് നമ്മൾ ഫൈലം പോറിഫെറ എന്നൊരു ഫൈലത്തിൻ്റെ പേര് നമ്മൾ ഇനി പഠിക്കും. ആ ഫൈലത്തിൽ വരുന്ന അനിമൽസിനെ കോമൺലി വിളിക്കുന്ന പേരാണ് സ്പോഞ്ചസ്. കടലിൽ കാണുന്ന അനിമൽസ് ആണിത്. ഈ അനിമൽസിൻ്റെ ശരീരം പരിശോധിച്ച് നോക്കിയാൽ അത് ഒരു സെല്ലുകളുടെ ഒരു കൂട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കതിൽ പ്രത്യേക ഓർഗൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഹാർട്ടെന്നോ ലങ്സ് എന്നോ ലിവർ എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഓർഗൻസ് ഒന്നും നമുക്ക് ഈ ഒരു ഓർഗാനിസത്തിൽ കാണാൻ സാധിക്കില്ല. ഇതൊരു അനിമലാണ്, ബട്ട് ഇറ്റ് ഈസ് എ aggregate of cells. This animal has an aggregates of cells. ഒരു സെല്ലിൻ്റെ ഒരു കൂട്ടം മാത്രം. ആ രീതിയിൽ ഓർഗനൈസേഷനുള്ള അനിമൽസ് ഉണ്ടെങ്കിൽ ആ അനിമൽസിന് നമ്മൾ കോമൺലി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് സ്പോഞ്ചസ് അല്ലെങ്കിൽ ഫൈലം പോറിഫെറ എന്ന് പറയുന്ന വിഭാഗം. ഇപ്പോൾ എന്താ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകത? ഇൻ ദിസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ the cells are arranged as loose cell aggregates. Cell aggregates, സെല്ലുകളുടെ ഒരു കൂട്ടം, ലൂസ് ആയിട്ടുള്ള സെല്ലുകളുടെ ഒരു കൂട്ടമായിട്ട് മാത്രമാണ് നമുക്ക് ഈ അനിമൽസിനെ കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ സെല്ലുകൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്നതാണ് ടിഷ്യൂസ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫങ്ഷനുള്ള സെല്ലുകളുടെ കൂട്ടം, അതിനെയാണ് നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രത്യേക ഫംഗ്ഷന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ടിഷ്യൂസ്. ഫോർ എക്സാമ്പിൾ, എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, മസിൽ ടിഷ്യൂസ്, നെർവ് ടിഷ്യൂസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടിഷ്യൂസുകൾ. ഇൻ ദിസ് ഓർഗനൈസേഷൻ ദ സെൽ പെർഫോമിംഗ് സെയിം ഫങ്ഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. ടിഷ്യൂസുകൾ ഒരുപോലത്തെ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളെ ഒരു ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഫസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ മനസ്സിലാക്കിയത് സെല്ലുകളുടെ കൂട്ടമാണ്. ആ സെല്ലുകൾ കൂടിച്ചേർന്നിട്ട് ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടില്ല. എന്നാൽ ഈ സീലൻട്രേറ്റ്സ് എന്ന വിഭാഗത്തിൽ വരുന്ന അനിമൽസ്, ഫൈലം സീലൻട്രേറ്റ എന്ന വിഭാഗത്തിൽ വരുന്ന അനിമൽസിൽ ഈ ഒരു ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അടുത്ത ഒരു ഹയർ ലെവലാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷനിൽ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസുകൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെൽസുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അങ്ങനെ സെല്ലുകളുടെ കൂട്ടം ഒരുമിച്ച് ടിഷ്യൂസ് എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുള്ളത് നമുക്ക് ഈ സീലൻട്രേറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും.
സീലൻട്രേറ്റ വിഭാഗത്തിൽ വരുന്ന അനിമൽസിൽ നമുക്ക് ഇത്തരം ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇതാ നമ്മുടെ ഹാർട്ടിൻ്റെ കാര്യം എടുത്താൽ ഹാർട്ടിൽ ഇതാ ബ്ലഡ് സെൽസ് ഉണ്ട്. ബ്ലഡ് സെൽസ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചേരുമ്പോഴാണ് ബ്ലഡ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നത്. ഹാർട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ പ്രത്യേകതരം മസിൽസാണ്. കാർഡിയാക് മസിൽസ് എന്ന് പറയുന്ന മസിൽസ് കൊണ്ടാണ് ഹാർട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മസിൽ ടിഷ്യൂ ഹാർട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ നെർവ് ടിഷ്യൂ ഉണ്ട് ഹാർട്ടിനകത്ത്. അപ്പം അതുപോലെ സീലൻട്രേറ്റ വിഭാഗത്തിൽ വരുന്ന അനിമൽസിൽ കുറേ ടിഷ്യൂസുകളുടെ ഒരു കൂട്ടം നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പോറിഫറയിൽ സെല്ലുലാർ അഗ്രിഗേഷൻ ആയിരുന്നു എങ്കിൽ ഇവിടെ സീലൻട്രേറ്റയിലേക്ക് വരുമ്പോൾ സെൽസുകൾ കൂടി ചേർന്ന് ഒരു ഫങ്ഷണൽ ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടി പ്രത്യേകം ടിഷ്യൂസ് ഉണ്ടാകും, ഡൈജഷന് വേണ്ടി പ്രത്യേകം ടിഷ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടി പ്രത്യേകം ടിഷ്യൂസ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഓരോ ഫങ്ഷന് വേണ്ടിയും പ്രത്യേക ഓർഗൻ ഡെവലപ്പ് ചെയ്യില്ല, ബട്ട് കുറേ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവിടെ എന്താ സംഭവിക്കുക? ടിഷ്യൂസുകൾ കൂടി ചേർന്നിട്ട് ഓർഗനായിട്ട് മാറും. ഹിയർ ദ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു ഫോം ഓർഗൻസ്. ഈച്ച് ഓർഗൻ പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ. നേരത്തെ നമ്മൾ ഹാർട്ടിൻ്റെ കാര്യത്തിൽ നമ്മളത് മനസ്സിലാക്കി. ഇപ്പോൾ ഹാർട്ടിൽ ഡിഫറൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. കാർഡിയാക് മസിൽ ടിഷ്യൂ ഉണ്ട്, ബ്ലഡ് ടിഷ്യൂ ഉണ്ട്, ന്യൂറൽ ടിഷ്യൂ ഉണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് ടിഷ്യൂസുകൾ കൂടി ചേരുമ്പോൾ ഒരു ഓർഗനായിട്ട് മാറുന്നു. ഹിയർ ദ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു ഫോം ഓർഗൻസ്. ഈച്ച് ഓർഗൻ പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ. ഇപ്പോൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ സ്റ്റൊമക്ക് ആണെങ്കിൽ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യും, അതൊരു പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ ഫുഡ് അബ്സോർബ് ചെയ്യുന്നു. ലങ്സ് ആണെങ്കിൽ റെസ്പിറേഷന് ഗ്യാസിയസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്നു. അങ്ങനെ ഇത് ഓരോന്നും ഓരോ ഓർഗനാണ്. എന്നാൽ ഈ ഓർഗൻസുകളെല്ലാം കൂടിച്ചേർന്നിട്ടൊരു ഓർഗൻ സിസ്റ്റമായിട്ട് മാറിയിട്ടില്ല. ഓരോ ഓർഗനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? മെമ്പേഴ്സ് ഓഫ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓർഗൻസ് സച്ച് ആസ് സ്റ്റൊമക്ക്, ഹാർട്ട്, ലിവർ എക്സെട്ര ക്യാൻ ബി സീൻ. ഫ്ലാറ്റ് വോംസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഫൈലം. അപ്പോൾ ഈ ഫൈലത്തിൻ്റെ പേരുകളെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി പഠിക്കും. അപ്പോൾ ഈ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന ഫ്ലാറ്റ് വോംസിൽ വരുന്ന അനിമൽസിൽ നമുക്ക് ഈ ഒരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടാവും. ഓർഗൻസ് കൂടി ചേർന്നിട്ട് അവിടെ ഓർഗൻ സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടാവില്ല. എന്നാൽ അടുത്ത ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ശരീരത്തിൽ ഡിഫറൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഹാർട്ടും ബ്ലഡ് വെസൽസും എല്ലാം ഉൾപ്പെടെയുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ബോഡിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബോൺസ് ചേർന്നിട്ടുള്ള സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ട്. മസ്കുലാർ സിസ്റ്റം ഉണ്ട്. ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് ഓർഗൻസ് ചേർന്നിട്ട് ഒരു ഓർഗൻ സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടാവും. ഹയർ ഓർഗാനിസത്തിലൊക്കെ ആ ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഹിയർ ദ ഓർഗൻസ് ആർ അസോസിയേറ്റഡ് ടു ഫോം ഫങ്ഷണൽ സിസ്റ്റംസ്. ഈച്ച് സിസ്റ്റം ഈസ് കൺസേൺഡ് വിത്ത് എ സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഓരോ സിസ്റ്റവും ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി കൺസേൺ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ആ രീതിയിലായിരിക്കും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളുസ്കൻസ്, എക്കിനോഡേംസ്, കോഡൈറ്റ്സ്.
ഈ ഫൈലത്തിൻ്റെ പേരുകളെല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഫൈലത്തിനെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഈ ഫൈലത്തിൻ്റെ പേരുകൾ മാത്രം ഒന്ന് കേട്ടുപോവുക. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ഉള്ള ഫൈലമാണ് അന്നലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളുസ്ക്സ്, എക്കിനോഡേംസ്, കോഡൈറ്റ്സ്. Now, next basis of classification, that is types of digestive system. ആദ്യമായിട്ട് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഫുഡ് കടന്നു പോകുന്ന പാസേജ്, അതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. രണ്ട് ടൈപ്പ് ഡൈജസ്റ്റീവ് സിസ്റ്റം അനിമൽസിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവും കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവും. എന്താ തങ്ങളിലുള്ള വ്യത്യാസം നോക്കാം. This type of digestive system has only a single opening to the outside of the body that serves as both mouth and anus. ഈ ഒരു അനിമലിനെ ശ്രദ്ധിക്കൂ. ഇത് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഫ്ലാറ്റ് വേംസ് വിഭാഗത്തിൽ വരുന്ന ഒരു അനിമലാണ്. പ്ലനേറിയ എന്ന് പറയുന്ന ഒരു അനിമലാണ്. ഈ അനിമലിന് ഫുഡ് അകത്തേക്കെടുക്കാൻ ഉള്ള മൗത്തും അതുപോലെ തന്നെ ഡൈജഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ്, നമ്മൾ മലം എന്ന് പറയുന്ന വേസ്റ്റ്, ആ വേസ്റ്റിനെ പുറത്തേക്ക് കളയാനും ഒറ്റ ഓപ്പണിങ്, which serves as both mouth and anus. ഈ രീതിയിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം. നമുക്ക് വായ്ക്കകത്താണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. വായിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആരംഭിക്കുന്നത്. ഫുഡ് ആദ്യം വായിലേക്ക് വെക്കുന്നു, മൗത്തിലേക്ക് വെക്കുന്നു. മൗത്തിൽ വെച്ചാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആരംഭിക്കുന്നത്. അത് ഫുഡ് ബാക്കി കടന്നു പോകുന്ന പാസേജ് കുറേ ഉണ്ട്. ഫാരിങ്സും ഈസോഫേഗസും സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ഒക്കെ പറയുന്ന പാസേജുകളുണ്ട്. ഫൈനലി അത് ഫുഡിൽ നിന്നുള്ള വേസ്റ്റ് ഏനസ് വഴി നമ്മൾ പുറത്തേക്ക് കളയും. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡിഫറൻറ്റ് ഓപ്പണിങ്സ് ഉണ്ട്. ഫുഡ് അകത്തേക്കെടുക്കാൻ മൗത്തുണ്ട്, ഡൈജസ്റ്റീവ് വേസ്റ്റ് കളയാൻ ഏനസ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ച് ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ആ ഓപ്പണിംഗ് സെർവ്സ് ആസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. മൗത്തായിട്ടും ഏനസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ്. ഈ രീതിയിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള അനിമൽസ് ഉണ്ടെങ്കിൽ ആ അനിമൽസിനെ നമുക്ക് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. This type of digestive system has only a single opening to the outside of the body that serves as both mouth and anus. Incomplete digestive system example ആണ് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലം. ഫ്ലാറ്റ് വേംസ് ഉൾപ്പെടുന്ന പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിലെ അനിമൽസിനെല്ലാം ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഉള്ളത്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണെന്നറിയാം. ഇറ്റ് ഹാസ് ടു ഓപ്പണിങ്സ്, മൗത്ത് ആൻഡ് ആനസ്. അപ്പോൾ മൗത്തിൽ കൂടെ കടക്കുന്ന ഫുഡ് ഈസോഫേഗസിലെത്തുന്നു, സ്റ്റൊമക്കിലെത്തുന്നു, അടുത്ത ഇൻറ്റസ്റ്റൈൻ, സ്മാൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനിലും കൂടെ കടന്ന് അവസാനം റക്റ്റത്തിൽ മലാശയത്തിലെത്തുന്നു. അതുവഴി മലം ഏനസ് വഴി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാസ് two openings, mouth and anus. Then what is the difference between incomplete digestive system and complete digestive system? In incomplete digestive system there is a single opening which serves as both mouth and anus. And in complete digestive system it has two separate openings for mouth and anus. Then next basis of classification, types of circulatory system. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ബ്ലഡ് അതിൻ്റെ പാസേജസ് ആണ്. ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് വെസൽസിൽ കൂടെ ഒഴുകി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു. ബ്ലഡിനെ വഹിച്ചു കൊണ്ടുപോകാൻ ബ്ലഡ് വെസൽസ് ഡെഫിനിറ്റ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് വൺ, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. കോക്രോച്ചിലൊക്കെ പാറ്റയിലൊക്കെ ഈ ശരീരം നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകം എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റിയാണ്. വൈറ്റ് നിറത്തിലുള്ള ബ്ലഡാണ് പാറ്റയ്ക്ക് അല്ലെങ്കിൽ കോക്രോച്ചിനൊക്കെ ഉള്ളത്. ഇതിനൊരു ഹാർട്ടുണ്ട്. ഡിഫറൻറ്റ് ചേമ്പേഴ്സ് ഉള്ള ഏകദേശം 13ഓളം ചേമ്പേഴ്സ് ഉള്ള ഒരു ഹാർട്ട് ഇതിനുണ്ട്. ഈ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഈ ബോഡിക്കകത്ത് ഹീമോസീൽ എന്ന് പറയുന്ന ഈ ബോഡിക്കകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കും. ഓർഗൻസ് എല്ലാം അതിലിങ്ങനെ കുളിച്ച് കിടക്കുക, ബ്ലഡിൽ കുളിച്ച് കിടക്കുക. ബ്ലഡ് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് ഡെഫിനിറ്റ് ബ്ലഡ് വെസൽസ് ഇല്ല. ആ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം മിക്കവാറും എല്ലാ ആർത്രോപോഡ്സിലും ഇൻസെക്ട്സിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സർക്കുലേറ്ററി സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. In this type of circulatory system, the blood is pumped out of the heart and the cells and tissues are directly bathed in it. സെൽസും ടിഷ്യൂസും ഒക്കെ ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുക. ആ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. എക്സാമ്പിൾ, സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ആർത്രോപോഡ്സ്. Then ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നേരത്തെ സൂചിപ്പിച്ചു. നമുക്കുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഹാർട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ബ്ലഡ് ആർട്ടറീസിലൂടെ, ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ആർട്ടറീസ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസ്. അത് ടിഷ്യൂസിന് എല്ലാം ബ്ലഡ് കൊടുക്കുന്നു. അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള ബ്ലഡ്, അതാണ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അതിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വെയിൻസ് എന്ന് പറയുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ആർട്ടറീസും വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആർട്ടറീസും വെയിൻസും കാപ്പിലറീസും ഒക്കെ ചേർന്നിട്ട് ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ് നമുക്കുള്ളത്. നേരത്തെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഓർഗൻസ് എല്ലാം ബ്ലഡിൽ കുളിച്ച് കിടക്കുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഗനും അങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നില്ല. എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് വെസൽസിലൂടെയാണ്, രക്തക്കുഴലുകളിലൂടെയാണ് എത്തുന്നത്. ആ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. In this circulatory system, the blood is circulated through a series of vessels like arteries, veins and capillaries. ആർട്ടറീസ് എന്നും വെയിൻസ് എന്നും കാപ്പിലറീസ് എന്നും പേരുള്ള ബ്ലഡ് വെസൽസിലൂടെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റമാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഹയർ ഓർഗാനിസംസിൽ എല്ലാം കാണുന്ന സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ സിസ്റ്റത്തിൻ്റെയും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെയും ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ബ്ലഡ് വെസൽസുകൾ കൂടിച്ചേർന്ന് ഇരിക്കുന്ന ഒരു ഫിഗർ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആർട്ടറീസ് വഴി ഇങ്ങനെ എല്ലാ ബോഡി സിസ്റ്റത്തിലേക്കും എത്തുന്നു. പക്ഷേ ആ ബോഡി സിസ്റ്റം എല്ലാം ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ്. അവിടെ ബ്ലഡ് വെസൽസ് അവിടെ ക്ലോസ്ഡ് ആയിട്ട് മാറുന്നില്ല. എന്നാൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വെസൽസ് അവിടെ ക്ലോസ്ഡ് ആകുന്നു. ബ്ലഡ് ബോഡി അകത്തിങ്ങനെ ബാത്ത് ചെയ്ത് കിടക്കുന്ന കണ്ടീഷൻ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇല്ല. ഇനി അടുത്ത ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സിമട്രി എന്ന് പറയുന്നത്. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളൊരു ഓർഗാനിസത്തിനെ കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടുന്നുണ്ടോ ഇല്ലയോ. ഈ ഒരു ഫ്ലൈയെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു മിററിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുഴുവൻ ഫ്ലൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം
ഇതിനെ നമുക്ക് രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ഓർഗനൈസേഷനാണുള്ളത്. സ്റ്റാർ ഫിഷസിൻ്റെ കാര്യത്തിൽ നമുക്കിതാ ഏത് സൈഡിൽ കൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈ സ്റ്റാർ ഫിഷിൽ നമുക്ക് രണ്ട് ഈക്വൽ പാർട്ട് കിട്ടും. ഈ ബട്ടർഫ്ലൈയെ നമുക്കിതാ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഈക്വൽ പാർട്ട് കിട്ടും. ഇപ്പോൾ മനുഷ്യർ, ഹ്യൂമൻ ബീയിങ്സിന് നമ്മളെയും രണ്ട് ഈക്വൽ പാർട്ടായിട്ട് നമുക്കിങ്ങനെ നെടുകെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ അനിമൽസിനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ടോ, കട്ട് ചെയ്യാൻ ഈക്വൽ പാർട്സ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ടേമാണ് സിമട്രി എന്ന് പറയുന്നത്. ആ സിമട്രി നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. അനിമൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ബോഡി സിമട്രി ഇൻടു അസിമട്രി, റേഡിയൽ സിമട്രി, ബൈലാറ്ററൽ സിമട്രി. അപ്പോൾ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബേസിസ് ആണ് ആ അനിമൽ ഇതിൽ ഏത് സിമട്രി കാണിക്കുന്നു എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് അനിമൽസിനെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാം. അസിമട്രി ആണോ കാണിക്കുന്നത്, റേഡിയൽ സിമട്രി ആണോ, ബൈലാറ്ററൽ സിമട്രി ആണോ, ഏത് സിമട്രി കാണിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാം. സോ സിമട്രി ഈസ് another characteristics for basis of classification. First of all, asymmetry. എന്താ asymmetry എന്ന് പറഞ്ഞാൽ any plane that passes through the center does not divide the organism into equal halves. For example, sponges. ഈ സ്പോഞ്ചസിനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ഈക്വൽ പാർട്സ് കിട്ടില്ല. അതായത് എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെന്റർ ഡസ് നോട്ട് ഡിവൈഡ് ദ ഓർഗാനിസം ഇൻടു ഈക്വൽ ഹാഫ്സ്. ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈ ഓർഗാനിസത്തിന് ഇങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ പാർട്ട് കിട്ടില്ല, ഈ രീതിയിൽ കട്ട് ചെയ്താലും ഈക്വൽ പാർട്ട് കിട്ടില്ല, ഈ രീതിയിൽ കട്ട് ചെയ്താലും ഈക്വൽ പാർട്ട് കിട്ടില്ല. ഏത് രീതിയിൽ നമ്മൾ ഈ ഓർഗാനിസത്തിനെ കട്ട് ചെയ്യാൻ നോക്കിയാലും നമുക്കൊരു മിറർ ഇമേജ് കിട്ടത്തില്ല, ആ ഒരു രീതിയിൽ ഈക്വലായിട്ട് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഓർഗാനിസമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ ഓർഗാനിസത്തിനെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം? സ്പോഞ്ചസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഫൈലം പോരിഫെറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. കാരണം ആ അനിമൽസിന് സിമട്രി ഇല്ല, അസിമട്രിയാണ്. ഇനി രണ്ടാമത്തെ സിമട്രിയാണ് റേഡിയൽ സിമട്രി. എന്താ റേഡിയൽ സിമട്രി? സ്റ്റാർ ഫിഷസിനെ ഒന്ന് പരിഗണിച്ച് നോക്കൂ. ഈ സ്റ്റാർ ഫിഷസിനെ നമുക്ക് ഏത് രീതിയിൽ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമുക്കവിടെ ഈക്വൽ ഹാഫ്സ് കിട്ടും. ആ രീതിയിൽ സിമട്രി കാണിക്കുന്ന അനിമൽസ്, അതിനെയാണ് നമ്മൾ റേഡിയൽ സിമട്രി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻടു 2 identical halves. It is called radial symmetry. Any plane passing through the central axis of the body, ആ ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ കൂടെ ഈ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും we get 2 identical halves, 2 തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടും. ആ രീതിയിൽ സിമട്രി കാണിക്കുന്ന അനിമൽസാണ് റേഡിയൽ സിമട്രി എന്ന കാറ്റഗറിയിൽ വരുന്നത്. അതിന് എക്സാമ്പിളാണ് ഫൈലം സീലൻട്രൈറ്റ്സയിൽ വരുന്ന അനിമൽസ്, ടീനോഫോർസ് എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന അനിമൽസ്, എക്കിനോഡേംസിൽ വരുന്ന അനിമൽസ്. ഈ അനിമൽസൊക്കെ റേഡിയൽ സിമട്രി കാണിക്കുന്ന അനിമൽസാണ്. അടുത്ത സിമട്രിയാണ് ബൈലാറ്ററൽ സിമട്രി. ബൈലാറ്ററൽ സിമട്രി. അപ്പോൾ ഈ അനിമൽസിലൊക്കെ ക്രാബിലായാലും ബട്ടർഫ്ലൈ ആയാലും ഹൗസ് ഫ്ലൈ ആയാലും അനിമൽസിനെല്ലാം നമുക്ക് ഒറ്റ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. ഈ ഒറ്റ പ്ലെയിൻ, ഈ ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നു. ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. ഒറ്റ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ അനിമൽസിന് എന്ത് സിമട്രി ഉണ്ടെന്ന് പറയാം? ദേ ഹാവ് ബൈലാറ്ററൽ സിമട്രി. അപ്പോൾ സിമട്രിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു
അനിമൽസ് വിഭാഗത്തിൽ വരുന്ന ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന അനിമൽസ് ആണ് അനലിഡ്സ്, ആർത്രോപോഡ്സ്, വെർട്ടിബ്രേറ്റ്സ് എല്ലാം ഈ ഒരു സിമെട്രി കാണിക്കുന്ന അനിമൽസ് ആണ്. അപ്പോൾ 3 ടൈപ്പ് സിമെട്രി ഉണ്ട്: അസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. അസിമെട്രി എന്ന് പറയുമ്പോൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടും. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോൾ ഒരേ ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം ഈക്വൽ ഹാഫ്സ് കിട്ടും. 2 ഐഡന്റിക്കൽ ഈക്വൽ ഹാഫ്സ് കിട്ടും. ഇതും ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷന് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷന് കണക്കാക്കുന്ന ഒരു ക്യാരക്ടറാണ് സിമെട്രി. അടുത്ത ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷന് കണക്കാക്കുന്ന ക്യാരക്ടറാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ എന്നുള്ളത്. അനിമൽസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ ഓർഗാനിസംസും ഉണ്ടാകുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സെല്ലിനെ നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കും. ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം ഒരു 2 സെല്ലാകുന്നു, പിന്നെ 4 സെല്ലാകുന്നു, 8 സെല്ലാകുന്നു, 16 സെല്ലാകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെല്ല് അകത്തൊരു ക്യാവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തും. ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ ബ്ലാസ്റ്റുല എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ലേയേഴ്സ് ഓഫ് സെൽസ് ആവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. 3 ലെയറായിട്ട് മാറും പ്രധാനമായിട്ടും. ആ ലേയേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറയുന്ന ലേയേഴ്സ്. അപ്പോൾ ഈ ലേയേഴ്സ് ഓഫ് സെൽസ് ആയിട്ട് മാറിയിട്ടാണ് അടുത്ത് വീണ്ടും ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നതും. മീസോഡേമിൽ നിന്നും കുറേ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും, എക്ടോഡേമിൽ നിന്ന്, എൻഡോഡേമിൽ നിന്നും, അങ്ങനെ ഡിഫറൻറ്റ് ലേയേഴ്സിൽ നിന്നും ഡിഫറൻറ്റ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുകയും പിന്നെ ഓർഗൻസ് ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റമായിട്ട് മാറുകയും ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബേബിയായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ ഈ എംബ്രിയോണിക് ലെയേഴ്സ് എത്ര ലെയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു? 2 ലെയേഴ്സാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. 3 ലെയേഴ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം അനിമൽസിനെ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് വിളിക്കും. അപ്പോൾ ആ രീതിയിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻസ് കാണിക്കുന്ന അനിമൽസ് ഉണ്ട്. The fundamental cell layers laid down in an early embryo, അതിനാണ് ഗാസ്ട്രുല എന്നുള്ള പേരിൽ വിളിക്കുന്നത്, are called germ layers from which all the tissues and organs are developed. Based on the number of germ layers, animals are grouped into diploblastic and triploblastic animals. ഫസ്റ്റിൽ എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് നോക്കാം. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ച് നോക്കുക. നേരത്തെ കാണിച്ച ഒരു എംബ്രിയോണിക് ലേയേഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ്. ഇവിടെ 2 ലെയേഴ്സിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പുറമേ ഉള്ള ഈ ഒരു ലെയർ ഓഫ് സെൽസ്, ഈ ഒരു ലെയർ ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എക്ടോഡേം. ഇനി അടുത്തതാ മറ്റൊരു ലെയർ ഓഫ് സെൽസ് ഇതാ ഇവിടെ കാണുന്നുണ്ട്. ക്ലിയർ ആയിട്ട് സെൽസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലെയർ. ദാറ്റ് ലെയർ ഈസ് നോൺ ആസ് എൻഡോഡേം. ഔട്ടർ ലെയർ ഈസ് എക്ടോഡേം ആൻഡ് ഇന്നർ ലെയർ ഈസ് എൻഡോഡേം. ഈ എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയ്ക്ക് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ സെൽസ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത സെൽസ് ഇല്ല ഇതിനകത്ത്. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ എന്ന് വിളിക്കുന്നത്. മീസോഗ്ലിയ. അനിമൽസ് ഇൻ വിച്ച് ദ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ 2 embryonic layers, an external ectoderm and an internal endoderm, are called diploblastic animals. ഈ രീതിയിൽ 2 germ layers ആണ് ആ അനിമൽസിൻ്റെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ഉള്ളതെങ്കിൽ അത്തരം അനിമൽസിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിൽ ഏതൊക്കെ എംബ്രിയോണിക് ലേയേഴ്സ് കാണും? എക്ടോഡേമും കാണും, എൻഡോഡേമും കാണും. ഇനി ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ,
present in between ectoderm and endoderm is known as mesoglia. പേര് മറക്കണ്ട. The undifferentiated layer present in between ectoderm and endoderm is called mesoglia. Mesoglia. ഇപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിൽ രണ്ട് ലെയർ കൃത്യമായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടാവും. ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലെയേഴ്സ് there is an undifferentiated layer present which is known as mesoglia. ഇപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ്സ്. ഫൈലം സീലൻഡ്രേറ്റ് ആയി വരുന്ന അനിമൽസ്. നെക്സ്റ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. Here we can see a clear differentiated layer in between the ectoderm and endoderm. നേരത്തെ ഇത് എക്ടോഡേം ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ എൻഡോഡേമും കണ്ടു. ഇവിടെ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയറാണ് നേരത്തെ കണ്ടത്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ ക്ലിയർ ആയിട്ട് സെൽസായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെയറിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഡേം. ഇപ്പം അനിമൽസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഈ മൂന്ന് ലെയറും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണെങ്കിൽ അത്തരം അനിമൽസിനെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. The animals which possess 3 embryonic layers are called triploblastic animals. These animals possess a third embryonic layer in between the ectoderm and the endoderm called mesoderm. എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെയർ ഓഫ് സെൽസ് ഇവിടെ കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഡേം. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണ് പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡൈറ്റ്സ്. പ്ലാറ്റിഹെൽമിന്തസ് മുതൽ മുകളിലേക്കുള്ള മറ്റ് ഫൈലംസുകൾ, കോഡൈറ്റ്സ് വരെയുള്ള എല്ലാ ഫൈലത്തിലെയും അനിമൽസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ കാണിക്കുന്ന അനിമൽസ് ആണ്. രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് ഡയഗ്രാംസ് നോക്കാം. ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ എക്ടോഡേമും എൻഡോഡേമും ഉണ്ട്, ഇതിലും ഉണ്ട്. ട്രിപ്ലോബ്ലാസ്റ്റിക്കിലും എക്ടോഡേമും എൻഡോഡേമും ഉണ്ട്. എന്താ ഇതിലെ വ്യത്യാസം? ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ കാണാൻ സാധിക്കും. ഇത് സെൽസായിട്ട് മാറിയിട്ടില്ല. എന്നാൽ അത് സെൽസായിട്ട് ക്ലിയർ സെൽസായിട്ട് മാറിയിട്ടുള്ള ഒരു ഡിഫറൻഷിയേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ലെയർ നമുക്കിവിടെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനുള്ള അനിമൽസിൽ കാണാൻ സാധിക്കും. ഇതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഡിപ്ലോബ്ലാസ്റ്റിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. For video lessons, please subscribe TLP's biology classes. Thank you.